ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദിസ് പോയിൻ്റ്. ഇതൊരു സ്പെഷ്യൽ പോയിൻ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പോയിൻ്റർ എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. സോ ദിസ് പോയിൻ്റർ ഈസ് യൂസ് ടു റിട്രീവ് ദ അഡ്രസ് ഓഫ് കറണ്ട് ഓബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടാവും. സോ ദിസ് പോയിൻ്റർ ഈസ് യൂസ് ടു റിട്രീവ് ദ അഡ്രസ് ഓഫ് ദാറ്റ് ഓബ്ജക്റ്റ്. ദാറ്റ് മീൻസ് ദ കറണ്ട് ഓബ്ജക്റ്റ്. മൾട്ടിപ്പിൾ ഓബ്ജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏത് ഓബ്ജക്റ്റ് ആണോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, ദ കറണ്ട് ഓബ്ജക്ട്സ് അഡ്രസ് ക്യാൻ ബി റിട്രീവ്ഡ് യൂസിങ് ദിസ് പോയിൻ്റ്. എങ്ങനെയാണ് അതിൻ്റെ യൂസേജ് വരുന്നതെന്ന് നോക്കാം. ആ ഒരു സാമ്പിൾ പ്രോഗ്രാം നോക്കുക. ക്ലാസ് നെയിം ഈസ് ഐറ്റം. ദെൻ ഒരു പബ്ലിക് വേരിയബിൾ അവിടെ വരുന്നുണ്ട്. p = 10 ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ വാല്യൂ 10. ദെൻ ഷോ എന്ന് പറഞ്ഞ മെമ്പർ ഫംഗ്ഷൻ. അവിടെ ചെയ്യുന്ന കാര്യം നോക്കുക. പ്രിൻ്റ് ചെയ്യുകയാണ് അഡ്രസ് ഓഫ് ദ കറണ്ട് ഓബ്ജക്റ്റ്. ദെൻ ദിസ് കീവേഡ്. ഈ ഒരു ദിസ് കീവേഡ് കൊടുക്കുന്നത് ദിസ് പോയിൻ്ററാണ്. ഓക്കെ, സോ ദിസ് പോയിൻ്റർ ഈസ് യൂസ് ടു റിട്രീവ് ദ അഡ്രസ് ഓഫ് ദ കറണ്ട് ഓബ്ജക്റ്റ്. ഏത് ഒബ്ജക്റ്റ് ആണോ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. അതിനാണ് ഈ ഒരു ദിസ് കീവേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ സി ഔട്ട് പി. സോ പിയുടെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ ഈ ഒരു ഷോ മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി വാല്യൂ പ്രിൻ്റ് ചെയ്യും. പി വേരിയബിളിൽ വരുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യും. ദെൻ മെയിൻ ഫംഗ്ഷൻ നോക്കാം. രണ്ട് ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, obj1 ആൻഡ് obj2. ദെൻ obj1 യൂസ് ചെയ്ത് പി ആക്സസ് ചെയ്തിരിക്കുകയാണ്. പി എന്ന് പറയുന്നത് ഒരു പബ്ലിക് വേരിയബിൾ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം യൂസിങ് ദ ഒബ്ജക്റ്റ്. obj1.p = 15. obj1ന് കറസ്പോണ്ടിങ് ആയിട്ട് പി വേരിയബിളിൽ 15 ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഓബ്ജക്റ്റ് യൂസ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് obj2.p = 25. ദെൻ ഷോ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കാനുള്ളത് രണ്ട് ഒബ്ജക്ട്സ് വെച്ചും ഈ ഒരു ഷോ മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷോ ഫംഗ്ഷൻ ഒന്നുകൂടി നോക്കുക. അഡ്രസ് ഓഫ് ദ കറണ്ട് ഓബ്ജക്റ്റ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട് ദിസ് പോയിൻ്റർ യൂസ് ചെയ്ത്. അപ്പോൾ ആദ്യം നമ്മൾ കോൾ ചെയ്യുന്നത് obj1.show. അപ്പോൾ obj1 ആണ് ഇവിടെ കറണ്ട് ഓബ്ജക്റ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ പ്രിൻ്റ് ചെയ്യും. ദെൻ ആ ഒരു ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി വേരിയബിളിൽ വരുന്ന വാല്യൂ അതവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, സി ഔട്ട് പി. ദെൻ obj2.show. വീണ്ടും ഈ ഒരു മെമ്പർ ഫംഗ്ഷൻ തന്നെയാണ് കോൾ ചെയ്യുന്നത്. അവിടെ യൂസിങ് ഓബ്ജക്റ്റ് obj2. obj2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ്, കറണ്ട് ഓബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് obj2 ആണ്, അത് പ്രിൻ്റ് ചെയ്യും. obj2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി വേരിയബിളിൽ വരുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യും. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അഡ്രസ് ഓഫ് ദ കറണ്ട് ഓബ്ജക്റ്റ് obj1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സാണ് അവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ കറസ്പോണ്ടിങ് വാല്യൂ, പി വേരിയബിളിൽ വരുന്ന വാല്യൂ. ദെൻ obj2ൻ്റെ അഡ്രസ്സ്. ദെൻ obj2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി വേരിയബിളിന് വരുന്ന വാല്യൂ അതും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ദിസ് പോയിൻ്റർ ഈസ് ഓൾസോ യൂസ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഡേറ്റ മെമ്പേഴ്സ്. ഇപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ലോക്കൽ വേരിയബിൾസും ഡേറ്റ മെമ്പേഴ്സും ക്ലാസ്സിനകത്ത് വരുന്ന മറ്റുള്ള വേരിയബിൾസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആർഗ്യുമെൻറ്റ്സിൻ്റെ നെയിമും ഡേറ്റ മെമ്പേഴ്സിൻ്റെ നെയിമും സെയിം ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വി ക്യാൻ യൂസ് ദിസ് പോയിൻ്റ്. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ആ ഒരു പ്രോഗ്രാമിൽ അഗെയിൻ ഒരു ക്ലാസ് ഉണ്ട്, ദറ്റ് ഈസ് ഐറ്റം. ദെൻ 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ആയിട്ടാണ്, p ആൻഡ് q. ദെൻ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഷോ. ഇവിടെ ആർഗ്യുമെൻറ്റ്സ് വരുന്നുണ്ട്, 2 ആർഗ്യുമെൻറ്റ്സ് ആണ്, ഇൻറ്റീജർ p, ഇൻറ്റീജർ q. ഓക്കെ, അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഡേറ്റ മെമ്പേഴ്സ് പ്രൈവറ്റ് ആയിട്ട് p ആൻഡ് q ഉണ്ട്, അതേപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സിൻ്റെ നെയിമും p ആൻഡ് q ആണ്. അപ്പോൾ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ലോക്കൽ വേരിയബിൾസ് ആണ്. ഈ ഒരു പിയും ക്യൂവും അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വിത്തിൻ ദിസ് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ ലോക്കൽ വേരിയബിൾസിനാണ് ഇമ്പോർട്ടൻസ് എപ്പോഴും വരിക. ഈ ഒരു മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ദ ഇമ്പോർട്ടൻസ് വിൽ ബി ഗിവൻ ഫോർ ദ ലോക്കൽ വേരിയബിൾസ്. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, p = p
ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ. അപ്പോൾ ഇത് ഏത് പി ആണ് ഈ രണ്ട് പിയും പറയുന്നത്? സെയിം പി ഇസ് ഈക്വൽ ടു പി, ദറ്റ് ഈസ് ലോക്കൽ വേരിയബിൾസ്, ദാറ്റ് മീൻസ് ദ ആർഗ്യുമെൻറ്റ്സ് പി ആൻഡ് ക്യൂ. ഈ ഒരു പിയിലോട്ടല്ല വാല്യൂസ് പോകുന്നത്. ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്ന വാല്യൂ ഈ പി ആൻഡ് ക്യൂലോട്ടല്ല പോകുന്നത്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും തന്നെ ഇല്ല ഇവിടെ പി ഇസിക്കൽ ടു പി ആൻഡ് ക്യൂ ഇസിക്കൽ ടു ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കാം. ദെൻ മറ്റൊരു ഡിസ്പ്ലേ ഫംഗ്ഷൻ, അവിടെ പിയുടെ വാല്യൂം ക്യൂയുടെ വാല്യൂം പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ ഈ ഒരു മെമ്പർ ഫംഗ്ഷൻ, ഡിസ്പ്ലേ മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, ആ ഒരു ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിയും ക്യൂവും അവിടെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷൻ നോക്കുക. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഐറ്റം സ്പേസ് obj1. ദെൻ മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ് obj1.show 10,20. ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നത് യൂസിങ് obj1. ആ ഒരു ഫംഗ്ഷനിലോട്ട് പോവും. ഓക്കെ, ഇപ്പോൾ പിയുടെയും ക്യൂയുടെയും വാല്യൂ എന്താണ്? നമ്മൾ പാസ് ചെയ്ത വാല്യൂ 10 and 20 ആണ്. സോ പി ഇസിക്കൽ ടു പി ആൻഡ് ക്യൂ ഇസിക്കൽ ടു ക്യൂ. ഈ ലോക്കൽ വേരിയബിൾസ് ആണ് പി ആൻഡ് ക്യൂ, ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്ത ലോക്കൽ വേരിയബിൾസ്. അതിന് വീണ്ടും അസൈൻ ചെയ്യുകയാണ്, സെയിം വാല്യൂസ് തന്നെ അസൈൻ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് മീനിങ് ഒന്നും തന്നെ ഇല്ല. ഈ ഒരു വേരിയബിൾസിലോട്ടല്ല പോകുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെമ്പർ വേരിയബിൾസായ പിയും ക്യൂയിലോട്ടും അല്ല പോകുന്നത്. ഈ ഒരു പിയും ക്യൂയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക്കൽ വേരിയബിൾസ്, ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്ന ലോക്കൽ വേരിയബിൾസ് തന്നെയാണ്. ഓക്കെ, ദെൻ ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ് obj1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫംഗ്ഷൻ. ഡിസ്പ്ലേ ഫംഗ്ഷൻ ഒന്നുകൂടി നോക്കുക. പിയുടെയും ക്യൂയുടെയും വാല്യൂ പ്രിൻ്റ് ചെയ്യുകയാണ്. obj1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിയും ക്യൂ അത് പ്രിൻ്റ് ചെയ്യുന്നു. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ കിട്ടുന്നത് ഒരു ഗാർബേജ് വാല്യൂ ആണ്, 2 ഗാർബേജ് വാല്യൂസ്. നമ്മൾ അസൈൻ ചെയ്ത വാല്യൂസ് അല്ല അവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ആ ഒരു പ്രോഗ്രാം നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന പി ആൻഡ് ക്യൂ മെമ്പർ വേരിയബിൾസ്, അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വിത്തിൻ ദിസ് ക്ലാസ് ഐറ്റം. ഓക്കെ, ദെൻ ഈ ഒരു ഷോ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ലോക്കൽ വേരിയബിൾസ് ആണ് പി ആൻഡ് ക്യൂ, ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ലോക്കൽ വേരിയബിൾസ്. എപ്പോഴും ഇമ്പോർട്ടൻസ് വരുന്നത് ലോക്കൽ വേരിയബിൾസിനാണ്. ഓക്കെ, എനിക്ക് ഈ ഒരു പിയും ക്യൂവും മെമ്പർ വേരിയബിൾസിലോട്ട് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഓബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് വെച്ച് ഈ ഒരു പി ആൻഡ് ക്യൂ കോൾ ചെയ്യാം. ഇപ്പോൾ കറണ്ട് ഓബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് റിട്രീവ് ചെയ്യാൻ ദിസ് പോയിൻ്റർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ദിസ് കീവേഡ് കൊടുക്കാം, ദിസ്, ദെൻ ആക്സസ് ചെയ്യാൻ ഡോട്ട് ഓപ്പറേറ്ററുള്ള പോയിൻ്റർ ഫംഗ്ഷൻ വരുമ്പോൾ ആരോ മാർക്കാണ്, ആരോ ഓപ്പറേറ്ററാണ്, ഇങ്ങനെ കൊടുക്കാം. ദെൻ അതേപോലെ സെക്കൻഡ് ലൈൻ അഗെയിൻ ദിസ് ആരോ ഓപ്പറേറ്റർ ക്യൂ. നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു ഷോ ഫംഗ്ഷൻ, ഷോ മെമ്പർ ഫംഗ്ഷൻ ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ കോൾ ചെയ്തത് ആ ഒരു ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിയും ക്യൂവും ആക്സസ് ചെയ്യാനാണ് ദിസ് പോയിൻ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ആരോ മാർക്ക് പി. ഓക്കെ, അപ്പോൾ ഈ ഒരു പി എന്ന് പറയുന്ന മെമ്പർ വേരിയബിളിലോട്ട് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്ത പിയുടെ വാല്യൂ അസൈൻ ചെയ്യും. അപ്പോൾ obj1.p ഈക്വൽ ടു നിങ്ങൾ പാസ് ചെയ്യുന്ന വാല്യൂ പി, അതായത് നിങ്ങളിവിടെ പാസ് ചെയ്യുന്ന വാല്യൂ പി എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ obj1.p വിൽ ബിക്കം 10. ദെൻ ദിസ് ക്യൂ, സോ ദിസ് ഡേറ്റ മെമ്പർ ക്യൂ വിൽ ബി അസൈൻ വിത്ത് നിങ്ങൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്ന വാല്യൂ എന്താണോ, ക്യൂയുടെ വാല്യൂ എന്താണോ അത് obj1.qലോട്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 10 and 20 വിൽ ബി അസൈൻ ഫോർ ദിസ് പി ആൻഡ് ക്യൂ. ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ മെമ്പേഴ്സിലോട്ട് അസൈൻ ചെയ്യും. സോ ഇങ്ങനെ നമുക്ക് ഡേറ്റ മെമ്പേഴ്സും ആർഗ്യുമെൻറ്റ്സും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സെയിം നെയിം ആണെന്നുണ്ടെങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, പി ഇസിക്കൽ ടു 10 ആൻഡ് ക്യൂ ഇസിക്കൽ ടു 20. സോ കറണ്ട് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റ മെമ്പേഴ്സിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഓക്കെ.